എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കട്ട്ലറ്റാണ്. അയല ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷ് വേവിച്ചതിന് ശേഷം അത് ഉടച്ചെടുത്തത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഒരു തണ്ട് വേപ്പില അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 2 കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ്. നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച വേപ്പില ഇട്ട് വഴറ്റണു. പച്ചമുളക് ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുത്തു. ഇനി സവോള ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. അത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ മീനിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തത്. അതിന് ശേഷമാണ് നമ്മൾ അതിലത്തെ മുള്ളൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ മീനിട്ട് ഇളക്കുമ്പോഴാണ് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മളതിൽ മീനിൽ ഓൾറെഡി ഉപ്പിട്ട കാരണം ഇപ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ പാകമല്ലേ നോക്കിയതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി അത് ചൂടാറാൻ വേണ്ടി വലിയൊരു പാത്രത്തിലേക്ക് പകർത്തി ചൂടാറിയതിന് ശേഷം നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ. ഇവിടെ ഞാൻ 2 ഷേപ്പിലാണ് കട്ട്ലറ്റ് എടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലും ഒന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. വലുപ്പവും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗിൽ മുക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇതിൽ കോട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളുണ്ടാക്കിയ എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാണ്. ആവശ്യത്തിന് ഓയിൽ എടുത്തതിന് ശേഷം ചൂടാക്കി അതിലേക്ക് നമ്മൾ കട്ട്ലറ്റുകൾ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തേക്കുന്നത്. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്യാണ്. കൂടെ മയോണൈസും വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.